മാതാപിതാക്കളെ പരിപാവനമായി കണക്കാക്കി അവരെ അവരുടെ മരണം വരെ സ്നേഹത്തോടെ പരിചരിച്ച് ശുശ്രൂഷിച്ച് ആദരിക്കുന്ന ഒരു സംസ്കാരമാണ് നമുക്കുള്ളത്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു ജീവിത ശൈലിയിലേക്ക് ഇപ്പോൾ നമ്മുടെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ വരും തലമുറയിൽ ഒത്തിരിയേറെ ശാപങ്ങളും പീഡകളും ബന്ധനങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ദൈവവും ദൈവത്തിൻ്റെ വചനവും നമുക്ക് നൽകുന്ന ഉൾക്കാഴ്ച അങ്ങനെയല്ല. ദൈവം കഴിഞ്ഞാൽ ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ ബഹുമാനിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ മാതാപിതാക്കളാണ്. കാരണം മാതാവിനെയും പിതാവിനെയും ദൈവം ഉപയോഗിച്ചു. നമ്മെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ ദൈവം ഉപയോഗിച്ചത് നമ്മുടെ മാതാപിതാക്കളെയാണ്. അപ്പം അതുകൊണ്ട് ദൈവം ഉപയോഗിച്ച ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉപകരണമായി തീർന്ന നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കാനും ആദരിക്കാനും സ്നേഹിക്കാനും അവരെ പരിപാലിക്കാനും നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായം 1 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങളിൽ വളരെ വ്യക്തമായിട്ട് ദൈവമായ കർത്താവ് ഈ കാര്യം നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രഭാഷകനിലൂടെ ഈ കാര്യം പഠിപ്പിക്കുന്നുണ്ട്. ഇത് ആ വചനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. മാതാപിതാക്കളെ പ്രായമായി കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കാതെ അവിടെ വീട്ടിലേക്ക് വന്ന ജീവിത പങ്കാളിയുടെ നിർബന്ധ നിമിത്തം ശ്രദ്ധിക്കാതെ പോയ മാതാപിതാക്കളുണ്ട്. ഇവിടെ തിരുവചനം പറയാണ്, പ്രഭാഷകൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം ഞാൻ വായിക്കുകയാണ്. പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും, അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും. പല കുടുംബങ്ങളുടെയും ശാപം ഇതാണ്. മാതാപിതാക്കളെ ശ്രദ്ധിച്ചില്ല, അവരെ പരിപാലിച്ചില്ല, അവർക്ക് വേണ്ട പരിചരണം കൊടുത്തില്ല. അവരുടെ മനസ്സ് നൊന്തു വേദനിച്ചു. അത് അവർക്ക് പ്രയാസവും പ്രതിസന്ധിയും ആയിട്ട് അവരുടെ ജീവിതത്തിൽ മാറി. അങ്ങനെയുണ്ടായ ഒത്തിരി കുടുംബങ്ങളെ എനിക്ക് പരിചയമുണ്ട്.